പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് എന്നുള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോർഷനിലെ കുറേ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പോർഷൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നെയിം ദ ടൂൾ യൂസ്ഡ് ഫോർ ടില്ലിംഗ് ഓഫ് സോയിൽ. സോയിലിൻ്റെ ടില്ലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ആൻസർ ഈസ് പ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ക്രംസ് ബ്രോക്കൺ. ക്രംസ് ബ്രോക്കൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ, ക്രംസ് ആർ ബ്രോക്കൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ലെവലിംഗ് ഓഫ് സോയിൽ ഡൺ. സോയിലിൻ്റെ ലെവലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആൻസർ, ദ ലെവലിംഗ് ഓഫ് സോയിൽ ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലെവലർ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലേ, ഒരു ലെവലർ വെച്ചിട്ടാണ് സോയിലിൻ്റെ ലെവലിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോൾഡ് ക്രംസ്. എന്തിനെയാണ് ക്രംസ് എന്ന് നമ്മൾ വിളിക്കുന്നത്? ആൻസർ, ദ പ്ലോട്ട് ഫീൽഡ് മേ ഹാവ് ബിഗ് പീസസ് ഓഫ് സോയിൽ കോൾഡ് ക്രംസ്. നമ്മൾ സോയിൽ ടേൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ബിഗ് പീസസ് ആയിട്ടുള്ള സോയിൽ കാണും അല്ലേ, അതിനെയാണ് നമ്മൾ ക്രംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലെവൽ ദ ഫീൽഡ് ആഫ്റ്റർ പ്ലോവിങ്. ആൻസർ, ദ ഫീൽഡ് ഈസ് ലെവൽഡ് ഫോർ sowing ആസ് വെൽ ആസ് ഫോർ ഇറിഗേഷൻ പർപ്പസസ്. Next question, give some examples of rabi crops. Answer is, examples of rabi crops are wheat, gram, pea, mustard and linseed. Next question, why does the loosening of soil allow the roots to breathe easily? Answer, loosening of soil allow the roots to breathe easily because air fill up the spaces between the soil particles and provides airy soil to the roots. Next question, what do you understand by agricultural practices? Answer, cultivation of crops involves several activities undertaken by farmers over a period of time. These activities or tasks are referred to as agricultural practices. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇനി ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ earthworms and microbes are called friends of farmers. Answer, the loosened soil helps in the growth of earthworms and microbes present in the soil. These organisms are friends of the farmer since they further turn and loosen the soil and add humus to it. Next question, what are kharif crops? Answer, the crops which are sown in the rainy season are called kharif crops. The rainy season in India is generally from June to September. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ എക്സെട്ര ആർ ഖരീഫ് ക്രോപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ റാബി ക്രോപ്സ്? ആൻസർ, ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ വിൻ്റർ സീസൺ ആർ കോൾഡ് റാബി ക്രോപ്സ്. ദ ടൈം പീരീഡ് ഈസ് ജനറലി ഫ്രം ഒക്ടോബർ ടു മാർച്ച്. എക്സാമ്പിൾ ഓഫ് റാബി ക്രോപ്സ് ആർ വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ് ആൻഡ് ലിൻസീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് എ ക്രോപ്പ്? Answer, when plants of the same kind are grown and cultivated at one place on a large scale, it is called a crop. For example, crop of wheat means that all that plants grown in a field are that of wheat. Next question, how is turning and loosening of soil important for cultivation of crops? Answer, since only a few centimeters of the top layer of soil supports plants' growth, turning and loosening of soil bring the nutrient-rich soil to the top so that plants can use these nutrients. Thus, turning and loosening of soil is very important for cultivation of crops. Next question, what are the steps involved in agricultural practices? Answer, steps involved in agricultural practices are preparation of soil, sowing, adding manure and fertilizers, irrigation, protecting from weeds, ഹാർവെസ്റ്റിംഗ് ആൻഡ് സ്റ്റോറേജ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് എന്താണെന്നാണ് കേട്ടോ. ബിഫോർ സോവിങ് ദ സീഡ്സ് ഇറ്റ് ഈസ് നെസസറി ടു ബ്രേക്ക് സോയിൽ ടു ദ സൈസ് ഓഫ് ഗ്രെയിൻസ് ടു ഗെറ്റ് ബെറ്റർ ഈൽഡ്. അപ്പം വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് സോയിൽ ബ്രേക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണെന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൽ കട്ടകളൊക്കെ കാണും. അപ്പോൾ നല്ല ഒരു ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ ആ കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ച് ഗ്രെയിൻസിൻ്റെ സൈസിലാക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് നല്ല ഈൽഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കട്ടകളെല്ലാം ഉടച്ച് നിരത്തി
അതിനെ ഗ്രെയിൻസിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ദിസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് ടൂൾസ്. പലതരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ചെയ്തെടുക്കുന്നത്. ദ മെയിൻ ടൂൾസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ആർ ദി പ്ലോ, ഹോ ആൻഡ് കൾട്ടിവേറ്റർ. അപ്പോൾ ഈ 3 ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഹോ, പ്ലോ ആൻഡ് കൾട്ടിവേറ്റർ. അപ്പോൾ ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ നോക്കുന്നത് പ്ലോ എന്താണെന്നുള്ളതാണ് കേട്ടോ. ദിസ് ഈസ് ബീയിങ് യൂസ് സിൻസ് ആൻഷ്യൻറ്റ് ടൈം ഫോർ ടില്ലിംഗ് ദ സോയിൽ, ആഡിങ് ഫെർട്ടിലൈസേഴ്സ് ടു ദ ക്രോപ്പ്, റിമൂവിങ് ദ വേർഡ്സ്, സ്ക്രാപ്പിംഗ് ഓഫ് സോയിൽ എക്സെട്ര. പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു ടൂളാണ് പ്ലോ. അതെന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? ടില്ലിംഗ് ദ സോയിൽ. ടില്ലിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സോയിലിനെ ടേൺ ചെയ്യുകയും ലൂസൺ ചെയ്യുകയും ചെയ്യുക അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പം സോയിൽ ടേൺ ചെയ്യുകയും ലൂസൺ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലോ യൂസ് ചെയ്യും. പിന്നെ ഫെർട്ടിലൈസറിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലോ യൂസ് ചെയ്യും. പിന്നെ വീഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി പ്ലോ യൂസ് ചെയ്യും. പിന്നെ സോയിലിൻ്റെ സ്ക്രാപ്പിങ്ങിന് വേണ്ടി നമ്മൾ പ്ലോ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഇംപ്ലിമെൻറ്റ് ഈസ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് ഈസ് ഡ്രോൺ ബൈ എ പെയർ ഓഫ് ബുൾസ് ഓർ അതർ ആനിമൽസ്. അപ്പോൾ ഈ ടൂള് ഉണ്ടാക്കുന്നത് ഒരു വുഡ് വെച്ചാണ് അല്ലേ? അപ്പോൾ ഈ വുഡ് പെയർ ഓഫ് ബുൾസ് അല്ലെങ്കിൽ അതർ ആനിമൽസ് ഏതൊക്കെയാണ്? ഹോഴ്സസ്, ക്യാമൽ എക്സെട്ര ഇതിനെയൊക്കെ വെച്ചിട്ടാണ് ഈ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. It contains a strong triangular iron strip called plowshare. ഈ പ്ലോയ്ക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ് ഉണ്ട്. അതിനെ പ്ലോ ഷെയർ എന്നാണ് പറയുന്നത് കേട്ടോ. ദ മെയിൻ പാർട്ട് ഓഫ് ദി പ്ലോ ഈസ് എ ലോഗ് ഓഫ് വുഡ് വിച്ച് ഈസ് കോൾഡ് എ പ്ലോ ഷാഫ്റ്റ്. ഇതിൻ്റെ ഈ പ്ലോയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ലോങ് നീളത്തിലുള്ള ഒരു വുഡിൻ്റെ ഒരു പീസാണ്. ഇതിനെ പ്ലോ ഷാഫ്റ്റ് എന്ന് പറയും. ദർ ഈസ് എ ഹാൻഡിൽ അറ്റ് വൺ എൻഡ് ഓഫ് ദി ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ എന്തുണ്ട്? ഹാൻഡിലുണ്ട്. ദി അതർ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ ബീം വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ബുൾസ് നെക്ക്. ഇതിൻ്റെ അതർ എൻഡ് ബീമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത് ബുൾസിൻ്റെ നെക്കിൽ പ്ലേസ് ചെയ്യും. വൺ പെയർ ഓഫ് ബുൾസ് ആൻഡ് എ മാൻ ക്യാൻ ഈസിലി ഓപ്പറേറ്റ് ദ പ്ലോ. ഈ ബുൾസും ഫാർമറും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലോയെ ഈസിലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. The indigenous wooden plow is increasingly being replaced by iron plow nowadays. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി യൂസ് ചെയ്ത് വന്നിരുന്ന ഈ വുഡൻ പ്ലോസ് റീപ്ലേസ് ചെയ്തിട്ട് ഇന്ന് അതിന് പകരം അയൺ പ്ലോസ് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അടുത്തതായിട്ട് ഫാർമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസണിങ് ദ സോയിൽ. ഈ ഹോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ടൂളാണ്. ഇത് യൂസ് ചെയ്യുന്നത് വീഡ്സ് റിമൂവ് ചെയ്യാനും സോയിലിനെ ലൂസൺ ചെയ്യാനും ഒക്കെയാണ് ഈ ഹോ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ ലോങ് റോഡ് ഓഫ് വുഡ് ഓർ അയൺ. ഇതിന് നീളത്തിലുള്ള തടി കൊണ്ടോ അയൺ കൊണ്ടോ ഒക്കെയുള്ള നീളത്തിലുള്ള ഒരു കമ്പുണ്ട്. എ സ്ട്രോങ് ബ്രോഡ് ആൻഡ് ബെൻഡ് പ്ലേറ്റ് ഓഫ് അയൺ ഈസ് ഫിക്സ് ടു വൺ ഓഫ് ഇറ്റ്സ് എൻഡ്. നല്ല സ്ട്രോങ് ആയിട്ടും ബ്രോഡായിട്ടുമുള്ള ഒരു ബെൻഡ് പ്ലേറ്റ് ഇതിൻ്റെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വർക്ക്സ് ലൈക്ക് എ ബ്ലേഡ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ബെൻഡ് പ്ലേറ്റ് ഒരു ബ്ലേഡിനെ പോലെ വർക്ക് ചെയ്യും. ഇറ്റ് ഈസ് പുൾഡ് ബൈ ആനിമൽസ്. ഇത് ആനിമൽസിനെ യൂസ് ചെയ്തിട്ടാണിത് ഈ ഹോയെ വലിക്കുന്നത്. എനിക്ക് അതിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. ഇതിന് ഒരു ബെൻഡ് പ്ലേറ്റ് ഉണ്ട് കണ്ടോ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെൻഡ് പ്ലേറ്റ് ഉണ്ട്. അതാണ് ഈ മണ്ണിനെ ഇങ്ങനെ ലൂസൺ ചെയ്യാനും വീഡ്സൊക്കെ റിമൂവ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ ഇതിൻ്റെ ഈ റോഡ് കണ്ടോ. ആ റോഡിൻ്റെ ഒരറ്റത്ത് എന്തുണ്ട്? ഒരറ്റത്ത് ആ അറ്റമാണ് എന്ത് ചെയ്യുന്നത്? ബീമിൽ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ നോക്കിയാൽ അതിനൊരു ഹാൻഡിലുണ്ട്, പിന്നെ ഒരു ഗ്രിപ്പും ഉണ്ട് കണ്ടോ. ഈ ഉപകരണത്തെയാണ് ഹോ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് കൾട്ടിവേറ്റർ. Nowadays, plowing is done by tractor-driven cultivator. The use of cultivator saves labor and time. ഇന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലോയിങ്ങിന് വേണ്ടി ഫാർമേഴ്സ് യൂസ് ചെയ്യുന്നത് കൾട്ടിവേറ്ററാണ്. അത് ട്രാക്ടറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അത് കണക്ട് ചെയ്തിട്ട് ട്രാക്ടർ കൊണ്ട് അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഉടനെ ടൈം ഒത്തിരി ലാഭമുണ്ട്, ലേബേഴ്സിന് കുറവ് മതി. അപ്പോൾ ഇതൊക്കെ ഫാർമേഴ്സിന് ലാഭമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് കൂടുതലും ഫാർമേഴ്സ് യൂസ് ചെയ്യുന്നത് ട്രാക്ടർ വെച്ചിട്ടുള്ള പ്ലോയിങ് ആണ്. അപ്പോൾ ഈ 3 ടൂൾസാണ് പ്ലോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു? പ്ലോ,
hoe and cultivator. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാനിതിൻ്റെ കൂടെ പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ സ്ട്രക്ചർ ആൻഡ് യൂസ് ഓഫ് ഹോ. ഹോയുടെ സ്ട്രക്ചറും യൂസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ആൻസർ എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസണിങ് ദ സോയിൽ. It has a long rod of wood or iron. A strong, broad and bent plate of iron is fixed to one of its ends and works like a blade. It is pulled by animals. ഇത് ഞാൻ ഹോയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നെയിം ദ 3 tools യൂസ്ഡ് ഫോർ പ്ലോയിങ്, റൈറ്റ് ഫങ്ഷൻ ഓഫ് ഈച്ച്. നമ്മൾ 3 ടൂൾസിനെ കുറിച്ച് പഠിച്ചല്ലേ, അത് ഏതൊക്കെയായിരുന്നു? പ്ലോ, ഹോ ആൻഡ് കൾട്ടിവേറ്റർ. അപ്പോൾ ഇതിനെ 3 കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. പ്ലോയെക്കുറിച്ച് എന്താണെന്ന് നോക്കിയാൽ, ദിസ് ഈസ് ബീയിങ് യൂസ്ഡ് സിൻസ് ആൻഷ്യൻറ്റ് ടൈംസ് ഫോർ ടില്ലിംഗ് ദി സോയിൽ, ആഡിങ് ഫെർട്ടിലൈസേഴ്സ് ടു ദ ക്രോപ്പ്, റിമൂവിങ് ദ വീഡ്സ്, സ്ക്രാപ്പിംഗ് ഓഫ് സോയിൽ എക്സെട്ര. ഹോയെക്കുറിച്ച് എന്തായിരുന്നു പഠിച്ചത്? ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് വീഡ്സ് ആൻഡ് ഫോർ ലൂസണിങ് ദി സോയിൽ. Cultivator, nowadays plowing is done by tractor driven cultivator. The use of cultivator saves labor and time. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഇനി ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.